കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ അംബേദ്കർ കോളനിയിലേക്കുള്ള വഴിയടങ്ങിയിട്ട് മാസം 7 കഴിഞ്ഞു. ഒരു കുഴപ്പവുമില്ലാതിരുന്ന ടാറിംഗ് റോഡ് വെട്ടിപ്പൊളിക്കാൻ ആളുകൾ എത്തിയത് ചോദ്യം ചെയ്തതാണ് ഇപ്പോൾ വഴിമുടക്കാൻ കാരണമായിരിക്കുന്നതെന്നാണ് കോളനി നിവാസികളുടെ ആരോപണം. വാഹനങ്ങൾ ഓടിയിരുന്ന റോഡിൽ ഇപ്പോൾ മുഴുവൻ മൺകൂനകളാണ്. അധികൃതർ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നുമില്ല. തിരുവാർപ്പ് പഞ്ചായത്ത് 16-ാം വാർഡിലെ അംബേദ്കർ കോളനിയിലേക്കുള്ള റോഡിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഏതാനും ആളുകൾ എത്തി വെട്ടിപ്പൊളിക്കാൻ തുടങ്ങിയത് പ്രദേശവാസികൾ ചോദ്യം ചെയ്തു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽപ്പെടുത്തി റോഡ് നവീകരിക്കുന്നുവെന്നായിരുന്നു മറുപടി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വാഹനത്തിൽ മണ്ണെത്തിച്ച് റോഡിൽ കൂനകളാക്കിയിട്ടു. കോളനിയിലേക്കുള്ള ഏക റോഡിൽ മുന്നറിയിപ്പില്ലാതെ മണ്ണിറക്കിയതോടെ നാട്ടുകാർ പദ്ധതിയുടെ വിശദാംശങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തോട് ആരാഞ്ഞു. കൃത്യമായ മറുപടി ലഭിച്ചില്ലെങ്കിലും പിന്നീട് 7 മാസത്തോളം പിന്നിട്ടിട്ടും റോഡ് നീളെയുള്ള മൺകൂനകൾ അതേ സ്ഥിതിയിൽ തുടരുകയാണ്. പാർട്ടി ഏതും ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രായമുള്ള അമ്മമാർ വടിയും കുത്തി പിടിച്ചോണ്ട് വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ എങ്ങനെ നടക്കും? ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ്. ഞങ്ങൾ കരഞ്ഞോണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അവർ മനസാക്ഷിയില്ലാത്ത മനുഷ്യരായിപ്പോയി. അറിയാമോ, ഞങ്ങളോട് ഇത് ചെയ്യാമെന്ന് കണ്ടിട്ടല്ലേ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളെ പഞ്ചായത്തിൽ ചെന്ന് നമ്മളെ മെമ്പറിനോടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അവരോടല്ലാതെ നമ്മൾ ആരോടാ കാര്യം പറയുന്നത്? പിന്നെ ഞങ്ങളുടെ ആൺപിള്ളേരൊക്കെ അതും ഇതൊക്കെ പറഞ്ഞെന്നും പറഞ്ഞാണ് അവർ ഇട്ടുതല്ലി ഈ തരത്തിലാക്കി കളഞ്ഞത്. പിന്നെ ഞങ്ങൾ ഇനി എന്നാ ചെയ്യണം? ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകണം? 30ഓളം കുടുംബങ്ങൾക്ക് വഴിയും നഷ്ടമായി. മാസങ്ങൾ പിന്നിട്ടിട്ടും അനക്കമൊന്നുമില്ലാതായതോടെ നാട്ടുകാർ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരോട് പരാതി പറഞ്ഞു. ഫലം കാണാതിരുന്നതോടെ ജില്ലാ കളക്ടറോടും പരാതി പറഞ്ഞു. കളക്ടർ വിഷയത്തിൽ ഇടപെടുകയും ഉടൻ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തെങ്കിലും പിന്നെയും മാസങ്ങൾ പിന്നിട്ടു. മുമ്പ് മഴക്കാലത്ത് റോഡിൽ വെള്ളം കയറുമ്പോൾ ഇതുവഴി വള്ളത്തിലാണ് നാട്ടുകാർ സഞ്ചരിച്ചിരുന്നത്. 8 മാസം മുമ്പാണ് റോഡ് വന്ന് പൊളിച്ച് പുതിയ ടാർ ചെയ്യാനെന്നും പറഞ്ഞ് പുതിയ JCB കൊണ്ടുവന്ന് പൊളിച്ച് മാറ്റിയത്. പിന്നീട് കൊണ്ടുവന്ന് മണ്ണ് കൊണ്ട് കുത്തി സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാക്കി തന്നു. അതുപോലെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം വന്നിരിക്കുന്നത്. റോഡിലെ മൺകൂനകൾ കാരണം വള്ളത്തിലും സഞ്ചരിക്കാൻ കഴിയാതായി. പ്രശ്നപരിഹാരം തേടി പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ. i4e ന്യൂസ്, ഏറ്റുമാനൂർ.